റംസാൻ വ്രതത്തിന് ഇന്ന് തുടക്കം. ഇനി പ്രാർത്ഥനയുടെയും വ്രതാനുഷ്ഠാനത്തിന്റെയും നാളുകളാണ്. ഇന്ന് റംസാൻ വ്രതം തുടങ്ങുന്നത് മുതൽ 30 നാൾ ആത്മീയതയും കാരുണ്യവും നാടങ്ങം നിറയും. വ്രതത്തിന് മുന്നോടിയായി ബുധൻ രാത്രി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഹ് നടന്നു. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് പുണ്യകാലമാണ്. പ്രാർത്ഥനാനിരതമായ പകലിരിവുകൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരലുകൾ കൊണ്ടും ഈ ദിനങ്ങൾ സമ്പന്നമാകും. ഇസ്ലാം മതവിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് റമദാൻ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിക്കുകയും ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന 30 ദിനരാത്രങ്ങൾ. വിപണിയിലും വിശുദ്ധമാസത്തിന്റെ തിരക്കുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. പള്ളികളും ഭവനങ്ങളും വിശുദ്ധമാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. മാനവിക ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് റംസാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹ ഇഫ്താറുകൾ ഇനി മതസൗഹാർദ്ദത്തിന്റെ വേദികളാകും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.